എങ്ങനെയുണ്ട് മറ്റേ അഹമ്മദൊക്കെ ഒന്ന് ലൈവില് പ്രശ്നം ഉണ്ടാക്കിയിട്ടെല്ലാം കഴിഞ്ഞ ചെഗുവരയുടെ ഫോട്ടോ എടുത്ത് എന്തെല്ലായിരുന്നു ലൈവിൽ കിടന്ന്. ദക്ഷൂട്ടൻ ഞാൻ സബ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിജിനേച്ചി ദക്ഷൂട്ടന്റെ ചാനല് സബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ലൈവ് ഞാൻ കാണാറുണ്ട്. എന്നിട്ട് കമന്റ് ഇടാറില്ലേ? മാക്രിയുടെ സ്വന്തം കൗണ്ടർ പൂച്ച. മീനുണ്ടോ? മീനില്ല. കുറച്ച് ഉണക്കമീൻ വരും. അമ്മൂന്റെ ചാനലില് അമ്മൂന്റെ ഹസ് ലൈവ് ചെയ്തോണ്ടിരിക്കുന്നേ ഒരു ഹാളിലിടുന്ന ലൈവ് ചെയ്തത്. പുള്ളി ഒരു എന്താ സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പൊ പുള്ളി വീട്ടിലിരുന്നു, പുള്ളിയുടെ പ്രൈവറ്റ് സ്പേസിലിരുന്ന് ലൈവ് ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പം ഈ ബാക്കിൽ ട്രോഫീസും മൊമെന്റോസ് ഒക്കെ വെച്ച് അതിന്റെ സൈഡില് ഷോക്കേസില് ചെറുതായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല. ഈ ചെറുതായിട്ട് ഒരു ചെകുവരയുടെ ഫോട്ടോ ഉണ്ട്. ഏതോ പോലെ അഹമ്മദ് എന്ന് പറയുന്ന ഒരു അടുത്ത വന്നിട്ട് പിന്നെ അവരെ ലൈവിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരല്ലേ, നിങ്ങൾ രാഷ്ട്രീയം വെളിപ്പെടുത്താവോ അല്ലെങ്കിൽ ആ ചേട്ടൻ അതിനെപ്പറ്റി ഒരു വാക്കുപോലും വേണ്ടിയിട്ടില്ല. ഇവൻ ചുമ്മാ നടന്നങ്ങ് അത് പറഞ്ഞ ചോദ്യം ചെയ്തിട്ട് അവസരം പിന്നെ ചേട്ടൻ കുരു കൂട്ടി. ചേട്ടൻ പിന്നെ നല്ല ജയിക്കുന്ന വയറ് വരും, നല്ല രണ്ടു വിപ്ലവ ഗാനങ്ങളെ പാടി, കയ്യിലുള്ള സമരസഹായ പാടി, പിന്നെ വേറെ രണ്ടു മൂന്ന് ഇങ്ങനെ അത് പാടി വേറെ രണ്ടു പാട്ടൊക്കെ പാടി അവൻ വിടുന്നില്ല. അവൻ കിടന്ന് അവസാനം വെടി കെട്ടി ചേട്ടൻ തിരിച്ച് റിയാക്ട് ചെയ്ത് അമ്മു ഒപ്പം കയറി വന്നു. അമ്മും കൂടെ റിയാക്ട് ചെയ്ത് അമ്മ വന്നു. പിന്നെ ചേട്ടനും കൂടെ ചേട്ടൻ രണ്ടു പാട്ടൊക്കെ പാടി തെറ്റായപ്പോൾ അവര് വാഴ പറഞ്ഞത് അനാമി. ഇവിടെ എല്ലാവരും ഇന്നും അനാമിനെയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ നിങ്ങളൊക്കെ എന്ത് ചെയ്ത്? ചിക്കൻ ബിരിയാണി ഉണ്ട്, അതാണ് ചിക്കൻ ബിരിയാണി, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. മാക്രി ഞാൻ ഇന്ന് വെജിറ്റേറിയൻ ആണ്, അതാണ് എനിക്ക് മീൻ മതി, അതാണ്. അങ്ങനെ കുറെ വിടലകൾ. ഈ വിടല എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം എന്നെ വിളിക്കുന്ന കേൾക്കാം. ഈ വാക്ക് ഞാൻ ഇതിനെ കിട്ടിയതിന് ശേഷം ഞാനത് കേൾക്കാൻ തുടങ്ങി. ഓ എടാ, നിന്നെ കൊണ്ടൊക്കെ ഇത് എങ്ങനെ സാധിക്കുന്നതാണ്? ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച തൂങ്ങിച്ചത്തന്നെ. എന്തായാലും അത് അല്ല, അവന്റെ ഫേക്ക് ഐഡിയ അല്ല, അത് ഉറപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് വരാറോളെന്ന് അറിയാം. ജിൻസി ഹായ്. ഇപ്പൊ വന്നവരൊക്കെ ഡബിൾ ടാപ്പ് ലൈക്ക് കൂടി ചെയ്യണേ ഗൈസ്. പെട്ടെന്ന് ഒരു 20 ലൈക്കും കൂടി. ഇതാണ് പെട്ടെന്ന് 20 ലൈക്കും കൂടി ആവട്ടെ ഗൈസ്. നമ്മളെ ഇത്രയും നാളത്തെ ക്ഷീണമല്ല ഇന്ന് മാറുന്നു. മേ ബി ഞാൻ കാരണം ലൈക്കെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. അനാമിനെ ഇന്ന് എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ആദിത്യന്റെ കരളം ദൈവം എന്തോന്ന് എന്താണ് ഓരോരുത്തന്മാരുടെ പേരുകൾ. ഞാൻ ലൈഫ് തുടങ്ങിയ ശേഷമാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. വൈകിട്ട് ജാനുവരി എന്റെ ചേട്ടായി ഉണ്ടോ ഇവിടെ? അനാമി എന്റെ ചേട്ടനെ കട്ടെടുത്തോ? യെസ്. അന്വേഷിച്ച് ഞാൻ ഈ കൊച്ചു വിളിക്കാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇപ്പഴല്ല, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സാധനം വിളിക്കുന്നത്. അങ്ങനെ കരളെ പോടെ കോമഡി നെയിംസ്. എന്റെ ചേട്ടനെ നിന്റെ ചേട്ടനെ ഒന്നും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടില്ല. ഇത് ആരൊക്കെയാണിത്? വെകിട് ജാനു പേരാണ്. കഴിഞ്ഞ ആഴ്ച തുമ്മിച്ചത് ഇടയ്ക്ക് വന്ന് പാട്ട് പാടാറുണ്ട്. ജസ്റ്റ് എന്തൊക്കെ പേരാണ് ഗായ്സ്. ഈ ഒരൊറ്റ ലൈവ് കണ്ട് നമ്മൾ ചിന്തിക്കാതെ കണക്കുള്ള കുറെ പേരുകളാണ് വന്നിട്ടുള്ളത്. എനിക്ക് വേണ്ട ഒന്നിന് ചാരു. അനാമി അവസാനം കൈ ഒഴിഞ്ഞു. കല്യാണത്തിന് മുന്നേ കരളെ, കല്യാണ ശേഷം വെടലേ. എല്ലാവരും അങ്ങനെ തന്നെയാ. സത്യമാണ്. കരളേന്നല്ല, മുത്തേ പൊന്നേ വാവേ, ഇതായിരുന്നു കല്യാണത്തിന് മുമ്പ്. അതിനുശേഷം വേറെന്തൊക്കെയോ. കഴിഞ്ഞ ആഴ്ച അനുരാഗ് ഗെയിമിൽ ഇനിയും ഒഴുകില്ലേ? ആത്മാവിൽ അലിയാൻ ഇനിയും ഒരുങ്ങുന്നു. പാടിക്കും. അനാമി നിനക്ക് മീശയുണ്ട്. അശ്വിൻ ബ്രോ സത്യം. സിജിനേച്ചിക്കും അങ്ങനെയായിരുന്നു. കരിക്കിന്റെ ഓല മടൽ. ഇളം കാട്ടിൽ തേങ്ങാക്കിലകൾ ആടുന്നു. ഇപ്പൊ വന്നവരെന്തായാലും ഡബിൾ ടാപ്പ് ലൈക്ക് കൂടി ചെയ്യണം ഗൈസ്. ഹരി ഓർമ്മിപ്പിക്കല്ലേ അളിയാ. സിജിനേച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നോ? ഈ സാധനം അങ്ങനെയൊക്കെ ആയിരുന്നു. മുത്തേ വാവേ പറ.